എന്തായാലും എൻ്റെ പൊന്ന് വല്യണ്ണ വല്യൻ്റെ അടുത്ത് ഒരു പരിപാടി നടക്കത്തില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് പവർ ടീമുകാരുടെ അഹങ്കാരത്തിന് ഓരോടി വെച്ചു കൊടുത്തു. ഇനി ഒടിച്ചാൽ കളഞ്ഞില്ല, ജസ്റ്റ് ഒരു ഒടിവ് വെച്ചു കൊടുത്തു. അതായത് പവർ ടീം ഒരു വലിയ സംഭവമാണ്, അവർ മാത്രമാണ് എല്ലാ കാര്യം തീരുമാനിക്കുന്നത് എന്നൊരു ധാരണ സിബിനുണ്ടായിരുന്നു. ആ ഒരു ഗ്യാങ്ങിലെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു അഹങ്കാരം സിബിനുണ്ടായിരുന്നു. പക്ഷേ സിബിനിട്ട് ഒരു കൊട്ടാണ് നമ്മുടെ ബോസേട്ടൻ വിചാരിച്ചത്. അതായത് നമ്മുടെ ജിൻഡോ, ക്യാപ്റ്റനായ ജിൻഡോയുടെയും കൂടെ പ്രസൻസ് ഇവരെടുക്കുന്ന ഓരോ വലിയ തീരുമാനങ്ങൾക്കും ഉണ്ടായിരിക്കണം എന്നതാണ് നമ്മുടെ ബോസേട്ടൻ കാണിച്ചു കൊടുക്കുന്നത്. അതായത് ഇവർ വെറുതെ ഇരുന്ന് ആ ഡോർ അടയ്ക്കൂ, ഈ ഡോർ അടയ്ക്കൂ, അങ്ങനത്തെ ഡോർ അടയ്ക്കൂ, ഇങ്ങനത്തെ ഡോർ അടയ്ക്കൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓർഡർ അടക്കാം കേട്ടോ. അത് രാവിലെ തൊട്ടേ പറയുന്നുണ്ട്, നോറ ഉറങ്ങിയപ്പോൾ തൊട്ടേ പറയുന്നു. ബോസേട്ടൻ്റെ അടുത്ത് ഭയങ്കര ഓർഡറിങ്ങാണ് സിബിൻ്റെ കളി അങ്ങ് നാലായിട്ട് മടക്കി തിരിച്ചു തന്നെ കൊടുത്തിരിക്കുകയാണ് നമ്മൾ വല്യണ്ണൻ കേട്ടോ. അതായത് ഇവർ പിന്നെയും ഇത് പറഞ്ഞിട്ടിരിക്കുമായിരുന്നു, ആ റൂം അടക്കി ഈ റൂം അടക്കുന്നതൊക്കെ. എന്തായാലും പവർ റൂമിലേക്ക് നമ്മുടെ സിബിൻ, ശരണ്യ, ജാൻമണി ഇവർ മൂന്നൂടെ കയറുമ്പോഴത്തേക്കും പവർ റൂം അങ്ങ് അടയ്ക്കും. അതുപോലെ മെയിൻ ഡോറ് ഇവരേതൊക്കെ റൂമുകൾ പറഞ്ഞോ അതെല്ലാം അങ്ങ് അടയ്ക്കും. പിന്നീട് എൻ്റെ പൊന്നെ ഒന്ന് തുറ എന്നും പറഞ്ഞ് ലാസ്റ്റ് അധികാരമൊക്കെ വിട്ടിട്ട് കാല് പിടിച്ച് അപേക്ഷിക്കാൻ തുടങ്ങി. പലരും പല തത്തിക്ക് നിന്ന് മുടിയനൊക്കെ കരയുമെന്ന് മട്ടിലായെന്ന് തോന്നുന്നു. കാര്യം നാണക്കേടായില്ലേ, എല്ലാ പവർ ടീമുകാർ ഭയങ്കര പവറും കാണിച്ച് നടന്നേ. ഇപ്പം പവർ ടീമുകാർ കാല് പിടിക്കേണ്ട അവസ്ഥ വന്നില്ലേ. അപ്പം അത് കണ്ടിട്ടൊക്കെ എല്ലാവർക്കും ചിരിയും വരുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്തായാലും ജിൻഡോ പറയും നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പറയാമെന്ന്. അപ്പോഴത്തേക്ക് ഈ മുടിയനൊക്കെ പറയും പിന്നെ ഞങ്ങൾക്കില്ലാത്ത പവർ എങ്ങനെയാണ് ക്യാപ്റ്റൻ ഉണ്ടാകുന്നത് എന്ന രീതിയിലുള്ള ഭയങ്കര ഒരു സംസാരം. അപ്പോൾ ഇത് വീണ്ടും ജിൻഡോ പറയും നമുക്ക് നോക്കാം എന്ന് പറയുന്നു. അങ്ങനെ ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബോസേട്ടൻ ഡോറ് തുറന്നു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ഡോർ തുറന്നു, അതായത് പവർ റൂമിൻ്റെ ആ ഡോർ തുറന്ന ശേഷം വീണ്ടും മെയിൻ ഡോർ തുറക്കാൻ വേണ്ടി പറയുമ്പോൾ ഇവർ വീണ്ടും ഒറ്റയ്ക്ക് പോയെന്ന് പറയും, പവർ ടീമർ മാത്രമായിട്ട്. അപ്പോൾ തുറക്കില്ല, വീണ്ടും ജിൻഡോയോട് വന്ന് നിന്നപ്പോൾ മാത്രമാണ് തുറക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ സിബിൻ അത്ര അവിടെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ. ആദ്യം നടന്നങ്ങ് പോകുന്നുണ്ട്, പിന്നീട് വന്ന് ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർ ഒരു ഇഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം തൻ്റെ പവറിന് ഒരാൾക്ക് ഷെയർ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒട്ടും അംഗീകരിക്കത്തില്ല. കാര്യം ആ ഒരു പവർ ടീമിലുള്ള എല്ലാവരും തന്നെ സിബിൻ്റെ അണ്ടറിലാണ്. ആകെ ഇച്ചിരെങ്കിലും വാ തുറക്കുന്ന ആ പൂജ മാത്രമാണ്, ബാക്കി ഒറ്റ മനുഷ്യന്മാർ വാ തുറക്കില്ല ആ ഒരു പവർ റൂമിൽ. പിന്നെ ക്യാപ്റ്റൻ്റെ അഭിപ്രായം അവർക്ക് വേണ്ട, ക്യാപ്റ്റനെ പവർ റൂമുകാരാണ് ഉപദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് പവർ റൂമിൻ്റെ എല്ലാ അധികാരത്തിൻ്റെ ഈക്വൽ പകുതിയും ജിൻഡോയ്ക്കും കൂടെ അവകാശപ്പെട്ടതാണെന്ന് പറയുമ്പോൾ അത് ഒട്ടും സിബിന് സഹിക്കുന്നില്ല. എന്നാൽ പോലും ചിരിച്ച് കളിച്ച് കളയുന്നുണ്ട്. പക്ഷേ ഫേസ് കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാവും. എന്തായാലും ഇത് ബിഗ് ബോസിൻ്റെ ഒരു ക്ലൂ ആണ്, അതായത് ഒരു സൂചനയാണ്. പവർ റൂമിൻ്റെ എല്ലാ കാര്യത്തിലും എല്ലാ തീരുമാനത്തിലും ക്യാപ്റ്റനും കൂടെ ഉണ്ടായിരിക്കണം എന്നതാണ് ഈ ഒരു സൂചന. എന്തായാലും എൻ്റെ പൊന്ന് വല്യണ്ണ, സിബിന് ഇത് എങ്ങനെ താങ്ങും വല്യണ്ണ? കണ്ടു തന്നെ അറിയണം ഇനി ഇതിനൊക്കെ ശേഷം സിബിന് ഉണ്ടാകുന്ന ഈഗോ ഇനി എത്രമാത്രമാണ്. പെട്ടെന്ന് ഈഗോ ഹേർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് സിബിൻ. അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.